എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ബട്ടർ പാസ്ത മസാല. അപ്പം എങ്ങനെ ഉണ്ടാക്കി വെക്കാലോ? ഒരു പാനിലോട്ട് ആവശ്യത്തിലുള്ള ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-12 കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കൊറിയാൻഡർ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. ചൂടാറിയതിനു ശേഷം മതി കേട്ടോ. പിന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക, പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഗരം മസാലയും ഒരു പച്ചമുളകും ചേർത്തുക. പിന്നെ നമ്മൾ ആ മിക്സിയിൽ അടിച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് നേരെ നമ്മുടെ പാനിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. പിന്നെന്താ, ക്രീമും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പാസ്തയോ മാഗിയോ നൂഡിൽസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ സാധനം സെറ്റാണ്. പിന്നെ ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക, കിഡിലൻ ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.